വെള്ളപ്പൊക്കത്തിൽ ഒരാൾ ഒലിച്ചു പോവുകയായിരുന്നു. പിടിവള്ളിയായി അയാൾക്കൊരു പലക കഷ്ണം കിട്ടി. അതിൻ്റെ പുറത്ത് കയറി കിടന്നു. കുറേ സമയങ്ങൾക്ക് ശേഷം അയാളുടെ ബോധം നഷ്ടപ്പെട്ടു. ഈ സമയത്ത് ഒരു തവളയും ഒരു തേളും ഈ പലകയുടെ മുകളിൽ കയറി. കുറേ സമയങ്ങൾക്ക് ശേഷം ബോധം വന്നപ്പോൾ അയാൾ കാണുന്നത് അയാളൊരു ദ്വീപിലെത്തിയിരിക്കുകയാണ്. ഈ പലക ഒരു ദ്വീപിൽ അടിഞ്ഞിരിക്കുകയാണ്. ഇയാൾ ഇറങ്ങി പുറത്തൊക്കെ നോക്കി. എവിടെയും ഒരാളെയും കാണാനില്ല. ഈ തേളും തവളയും മാത്രം. അയാൾ ഇതിനിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. തവള വേഗം വെള്ളത്തിലിറങ്ങി എങ്ങോട്ടോ പോയി. കുറേ സമയങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നു. തേള് നോക്കി. തേളിന് ഭക്ഷണം ഒന്നും കിട്ടിയില്ല. തേള് തവളയോട് ചോദിച്ചു, നാളെ പോകുമ്പോൾ എന്നെയും കൂടി കൂട്ടുമോ? തവള പറഞ്ഞു, പറ്റില്ല മോനെ, നിനക്കൊരു സ്വഭാവമുണ്ട്, നീ വേദനിപ്പിക്കും, നിന്നെ കൂടാൻ പറ്റില്ല. തേള് പറഞ്ഞു, എടാ ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ഇത്ര പ്രയാസമുള്ള സമയത്ത് ഞാൻ എന്നെ എന്തായാലും വേദനിപ്പിക്കില്ലടാ, ഒന്നെന്നെ കൂട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാളെ വരുമ്പോൾ നീ എൻ്റെ കൂടെ പോരെ, നീ എൻ്റെ പുറത്ത് കയറിക്കണം. അങ്ങനെ തവളയും തേളും കൂടി പോകാനൊരുങ്ങി. പോകുമ്പോഴും തവള പറഞ്ഞു, ഇതോ നിനക്കൊരു സ്വഭാവമുണ്ട്, നീ അത് എടുക്കരുത്, എന്നെ വേദനിപ്പിക്കുന്ന സ്വഭാവം എടുക്കരുത്. ഓക്കെ പറഞ്ഞു. രണ്ടുപേരും പുറപ്പെട്ടു. അങ്ങനെ വെള്ളത്തിൽ കൂടി അടുത്ത മറുകരയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിനൊരു ഒലിച്ചിൽ. തവള ഒന്ന് മുങ്ങാൻ കുഴിയിട്ടു. തേളിൻ്റെ പണിയെടുത്തു, ഒരു കുത്തു വെച്ചു കൊടുത്തു. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ തേളിനെ പോലെയാണോ അതല്ല തവളയെ പോലെയാണോ? നിങ്ങളുടെ ജീവിതവുമായി ഈ സംഭവത്തിൽ നിന്ന് തട്ടിച്ചു നോക്കൂ. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.